നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ പോരാട്ടങ്ങൾക്ക് കാരണം എന്നെ இந்த ജപം ഇല്ല. നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾക്കും പോരാട്ടങ്ങൾക്കും കാരണം എന്താണ്? ഈ പ്രാർത്ഥന ഇല്ലാത്തതാണ്. എന്താ ജപം? ഏത് പ്രാർത്ഥന? എല്ലാരും ജപിக்கிறோ, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. அந்த ஜெபம் என்பது உங்களுடைய விஷயத்துக்காக நீங்கள் ஜெபிக்கிறீங்க, அதுதான் விண்ணப்பம் ஜெபம், இராவிட்டால் சப்ளிகேഷൻ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത് അപേക്ഷ അല്ലെങ്കിൽ അഭയയാചന എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതേ പാർക്കിലും മുഖ്യമായ ഒരു ജപമുണ്ട്. എന്നാൽ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. അതുതാണ് ദേവൻ വിരുമ്പുകിற ജപം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന. യേശുക്രിസ്തു ഭൂമിയിൽ ഇരുന്നപ്പോൾ, യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവർ സപ്ലിക്കേഷൻ ജപം പണ്ണവില്ല. താൻ അപ്രകാരം അപേക്ഷ അല്ലെങ്കിൽ അഭയയാചന കഴിക്കുക ചെയ്തത്. അവർ വേണ്ടുതൽ ജപം ചെയ്ത. എന്നാൽ താൻ പക്ഷപാത പ്രാർത്ഥനയാണ് ചെയ്തത്. യെശയ്യാ 59:16 വചനത്തെ വാസിക്കുമ്പോൾ, യെശയ്യാ 59:16 വായിക്കുമ്പോൾ, വേണ്ടുതൽ ജപം ചെയ്യുന്നവൻ ഇല്ലേ എന്ന് കണ്ട് ദേവൻ ആശ്ചര്യപ്പെട്ടാർ. പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ല എന്ന് കണ്ട് ദൈവം ആശ്ചര്യപ്പെടുകയാണ്. പറ്റിയങ്ങളാ? വേണ്ടുതൽ ജപം ചെയ്യുന്നവൻ ഇല്ലേ എന്ന് കണ്ട് ദേവൻ ആശ്ചര്യപ്പെട്ട. പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ല എന്ന് കണ്ട് ദൈവം ആശ്ചര്യപ്പെടുന്നു. വേണ്ടുതൽ ജപം എന്താണ്? പക്ഷപാത പ്രാർത്ഥന, ഇന്റർസെസർ പ്രയർ. എന്നർത്ഥം? മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കാക പോരാടി കണ്ണീരുടൻ ജപിക്കുന്ന ജപം. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പോരാടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നതാണ്. ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, മറ്റു പാടുപെടുகிறதான വിശ്വാസികൾ, കുടുംബങ്ങൾ, മറ്റു ഉലകത്താർക്കാക നാം ജപിക്ക വേണ്ടും. കഷ്ടം അനുഭവിക്കുന്ന മറ്റ് വിശ്വാസികൾ, കുടുംബങ്ങൾ, ലോക മനുഷ്യർ, അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. യേശുക്രിസ്തു വേണ്ടുതൽ ജപം ചെയ്ത. യേശുക്രിസ്തു പക്ഷപാത പ്രാർത്ഥന ചെയ്തു. മുതലാമത് കൽവാരിയിൽ അവർ വേണ്ടുതൽ ജപം അഴിந்து പോകുற மக்களுக்காக செய்ததாக യെശയ്യാ 53:12 വചനത്തിൽ വാസി. എല്ലാവരും എഴുതിയെടുത്തുകൊള്ളുക. എല്ലാവരും എഴുതിയെടുക്കണം. യെശയ്യാ പ്രവചനം 53:12 വാക്യത്തിൽ പോയി വാസിത്ത് ദയവ് ചെയ്ത് இந்த ജപத்துக்கு മുഖ്യത്വം കൊടുങ്ങൾ. ഉങ്ങൾ കുടുംബത്തിലെ കഷ്ടങ്ങൾ, പ്രശ്നങ്ങൾ മാറിവിടും. നിങ്ങൾ എഴുതിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യെശയ്യാ 53:12 വായിക്കുമ്പോൾ മുഖത്തെ പാർക്കറതില്ല, അവർ ഉള്ളത്തെ പാർക്கிறார். யாரு இவ்விதமான ஜபம் செய்கிறவன் உண்டோ என்று பார்க்கும்படியாக தேவனுடைய கண்கள் பூமி எங்கும் ഉലാവുകിന്നത് എന്റെ 2 നാളാകുമ്പോൾ 16 വചനത്തിൽ വാസിக்கிறோം. ദൈവം ആരുടെയും മുഖം നോക്കുന്നില്ല, കർത്താവ് ഹൃദയത്തെയാണ് കാണുന്നത്. ഇപ്രകാരമുള്ള പ്രാർത്ഥന നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയേണ്ടതിന് ദൈവത്തിന്റെ കണ്ണുകൾ ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നുവെന്ന് 2 ദിനവൃത്താന്തം 16 9 വാക്യത്തിൽ നാം കാണുന്നു. ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. എതിർക്കാക എന്തിനായി? അവനക്ക് വല്ലമയെ വിളങ്ങുമ്പടിയാ, ദൈവത്തിന്റെ ബലം വെളിപ്പെടുത്തേണ്ടതിന്, വരങ്ങളിനാൽ നിറപ്പുമ്പടിയാ, വരങ്ങളാൽ നിറയ്ക്കേണ്ടതിന്, അഭിഷേകത്തിനാൽ നിറപ്പുമ്പടിയാ, അഭിഷേകത്താൽ നിറയ്ക്കേണ്ടതിന്, അവളെ കരത്തിലെടുത്ത് പാപിക്കുമ്പടിയാ, അവളെയും എല്ലാം കരത്തിലെടുത്ത് ഉപയോഗിക്കേണ്ടതിനായി ദേവൻ എന്നെ ചെയ്യുகிறாർ. അവരുടെ കണ്ണുകൾ ഭൂമി എങ്കും ഉലാവിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കണ്ണുകൾ ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ പാർക്കുമ്പോൾ നിങ്ങൾ ജപം പண்றீங்க. നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. 4 മണി സ്തോത്ര ജപമുണ്ട്, 4 മണി സ്തോത്ര പ്രാർത്ഥനയുണ്ട്, മറ്റു ജപങ്ങളുണ്ട്, മറ്റു പ്രാർത്ഥനകളുണ്ട്. എന്നാ ജപം? എന്ത് പ്രാർത്ഥന? വെറും സപ്ലിക്കേഷൻ, അതായത് വിണ്ണപ്പ ജപം, വെറും യാചന. അതാവേ എന്നെ ആശീർവദിയും, എൻ പിള്ളകളെ ആശീർവദിയും, എന്റെ പേത്തി ആശീർവദിയും, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ കുട്ടികളെ അനുഗ്രഹിക്കണം, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ ആമേൻ. പക്കത്തിലെ വീട്ടുകാരനുക്കാக നിങ്ങൾ ജപം പண்றீங்களா? അടുത്ത വീട്ടിലുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ? അവനക്ക് വ്യാധിയിനാൽ കഷ്ടപ്പെടുகிறாൻ, അവൻ രോഗത്താൽ കഷ്ടപ്പെടുന്നു, ഇല്ല അവനക്ക് വീട് പിള്ളകൾക്ക് ഫീസ് കൊടുക്ക വഴിയില്ലാமல் അവൻ കഷ്ടപ്പെടുகிறாൻ, ഫീസ് കൊടുക്കുവാൻ വഴിയില്ലാതെ അവൻ കഷ്ടപ്പെടുന്നു. എന്റെ പക്കത്തിലെ വീട്ടുകാരനക്ക് അവന്റെ കഷ്ടത്തെ ഒന്ന് മാറ്റണമേ എന്ന് ചൊല്ലി ജപിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിന്റെ അയൽവക്കത്തെ വീട്ടിൽ അവരുടെ കഷ്ടമെന്ന് മാറ്റണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഒരാളുണ്ട്. ആണ്ടവർ എപ്പടിയാവത് അവൻ തൊലഞ്ഞാ പോതും. ആണ്ടവർ കർത്താവ് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് നശിച്ചു പോയാൽ മതി, എന്റെ കണ്ണാൽ ഒന്ന് പാത്താ പോതും, എനിക്കതെന്റെ കണ്ണുകൊണ്ടൊന്ന് കാണണം. അടിങ്ങളാ അതിനാലത്തെ നമ്മുടെ കുടുംബങ്ങളിൽ
ഇവളും പ്രശ്നങ്ങളും കഷ്ടങ്ങളും വ്യാധികൾക്കും കാരണം. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഇത്രത്തോളം പ്രശ്നങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ ഇன்று മുതൽ ദേശത്തുക്കാക മറ്റുള്ളവർക്കാക ഒന്ന് ജപിച്ചു പാരുങ്ക. ദേവൻ ഉങ്ങളുടെ നിലമയെ മാറ്റുവാർ. നിങ്ങൾ ഇന്നു മുതൽ ദേശത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ദൈവം നിങ്ങളുടെ അവസ്ഥക്കെല്ലാം മാറ്റം വരും. യോബ് മറ്റുള്ളവർക്കാക ജപിച്ചാൽ യോബിനുടെ നിലമയെ മാറ്റിനാർ. എന്റെ യോബിൻ പുസ്തകം 42:10 വാസിக்கிறோம். യോബിന്റെ പുസ്തകം 42 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ വായിക്കുമ്പോൾ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ അവസ്ഥക്കെല്ലാം ഭേദം വരുത്തി. ഈ കൺവെൻഷൻ മൂലமாக ഇങ്ങ വന്നിരിക്കുന്ന എല്ലാ ദേവജനങ്ങൾ ഊഴിയர்கள் ഒരു തീരുമാനം ചെയ്യുவோமாக. ഈ കൺവെൻഷൻ നിമിത്തം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളും ശുശ്രൂഷകരും ഒരു തീരുമാനം എടുക്കുക. ഞാൻ രാക്കാലങ്ങളിൽ ദേശത്തുക്കാക മറ്റുള്ളവർക്കാക ജപിപ്പ്. ഞാൻ രാക്കാലങ്ങളിൽ ദേശത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദേവൻ ഉന്നെ ആശീർവദിപ്പാ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഉന്റെ വിഷയത്തുക്കാക നീ ജപിക്ക വേണ്ടി ആവശ്യമില്ല. നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമേ ഇല്ല. നീ ഉനക്ക് വീട്ടുക്കാക ജപിക്ക വേണ്ട, ഉനക്ക് വീട് വരും. നിങ്ങളുടെ വീടിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, വീട് തനിയെ ഉണ്ടാകും. എത്രയോ പേര് അപ്പടി അവിധமாக ആശീർവദിക്കപ്പെട്ടിരിക്കുകയാர்கள். എത്രയോ പേര് അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കൊരു വലിയ ലിസ്റ്റ് ഉണ്ട്. ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. അതെല്ലാം ഇപ്പൊ சொல்ல നേരം പോതാ. അതെല്ലാം ഇപ്പൊ പറയുവാൻ എനിക്ക് സമയമില്ല. ആണ്ടപടിയാൽ ദേശത്തുക്കാക നാം ജപിപ്പോ. അതുകൊണ്ട് ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വരിക നാൾ മറ്റും, കർത്താവിന്റെ വരവിന്റെ ദിവസം വരെയും നമ്മുടെ ദേശത്തിലെ ജനങ്ങൾ ഇതേ നിലമയിൽ കാണപ്പെട വേണ്ടി. നമ്മുടെ ദേശവും ദേശത്തിലെ ജനങ്ങളും ഇതേ അവസ്ഥയിൽ തന്നെ കാണപ്പെടണം. ഇതേ നിലമയിൽ சொன்னால் അർത്ഥം എന്നാ? ഇതേ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 1 തിമോത്തിയോ 2-ാം അധികാരം മുതൽ 2 വചനങ്ങളെ വാസിക്കുമ്പോൾ 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ ആദ്യ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങേ ദേശത്തിൻ 4 നിലമയെ കുറിച്ച് പരിശുദ്ധ പൗൽ சொன்னார். അവിടെ ദേശത്തിന്റെ 4 അവസ്ഥകളെ കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നു. മുതലാമത് ദേശത്തിൽ അമൈതി തേവ്. ഒന്നാമത് ദേശത്തിൽ സാവധാനത ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം. രണ്ടാമത് കലഹങ്ങൾ യുദ്ധങ്ങൾ ഇറുക്കൂടാതെ. രണ്ടാമത് യുദ്ധങ്ങൾ അല്ലെങ്കിൽ കലഹങ്ങളൊന്നും ലഹളകളൊന്നും ഉണ്ടാകരുത്. മൂന്നാമത് ഒഴുങ്കായിരിക്കണം. മൂന്നാമതെല്ലാം ക്രമമായിരിക്കണം. ഒഴുങ്ക് എന്താണ് ക്രമം? ഒരു ദേശത്തുക്കും അതാത് നിയമങ്ങളുണ്ട്. ഓരോ ദേശത്തിനും അതാത് നിയമങ്ങളുണ്ട്. ഇന്ത്യ ദേശത്തുക്ക് ഇന്ത്യ നിയമം, ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിയമങ്ങൾ, ബംഗ്ലാദേശ് ദേശത്തുക്ക് അവരുടെ നിയമം, ബംഗ്ലാദേശിന് അവരുടേതായ നിയമം. ഒവ്വൊരു രാജ്യത്തുക്കും അതാത് നിയമമുണ്ട്. ഓരോ രാജ്യത്തിനും അതാതിന്റെ നിയമങ്ങളുണ്ട്. നിയമത്തിൻപടി അവർ കാണപ്പെട വേണം. ആ നിയമപ്രകാരം അവർ കാണപ്പെടണം. ഇന്ത്യക്ക് പണം കൊടുത്ത ആൾബലത്തിനാലും മറ്റും നിയമങ്ങളെ മാറ്റുകാറുണ്ട്. ഇന്ന് പണം കൊടുത്ത ആൾബലം കൊണ്ടൊക്കെ നിയമങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. നേരത്തേക്ക് മുന്താൻ നാൾ ഒരു സാക്ഷി சொன்னாரு, അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം ഇനി ഒരുത്തനക്ക് പോയി വിട്ടത്. ഞാൻ ഒരാൾ സാക്ഷി പറഞ്ഞ പോലെ താൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതെല്ലാം മറ്റൊരാൾ സ്വന്തമാക്കി. കരം കെട്ട പോന ഉന്റെ പേരിൽ വസ്തുവേ ഇല്ല. കരം കെട്ടുവാനായിട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ പേര് വസ്തുവേ ഇല്ല എന്ന് പറയുക. വർഷം അന്ത കടും ചൂട്ടിലെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് എന്നാ ഒളുങ്കീനത്തിനാൽ പോയി വിട്ടത്. എത്രയോ വർഷങ്ങൾ മരുഭൂമിയിലെ കൊടുംചൂടിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം ഇങ്ങനെയുള്ള ക്രമരാഹിത്യം കൊണ്ട് നഷ്ടമായി പോയി. നേരത്തേക്ക് പാസ്റ്റർ ജോസഫ് കുട്ടി താൻ சொன்னார். ഇന്നലെ പാസ്റ്റർ ജോസഫ് കുട്ടി പറഞ്ഞതാണ്. നിങ്ങൾ കേട്ടതാണല്ലോ. ദേവനുക്ക് മഹിമ, ദൈവത്തിനും. അപ്പൊ ഒളുങ്കിൻപടി നമ്മുടെ ദേശം, നിയമത്തിൻപടി ദേശം കാണപ്പെട വേണം. നമ്മുടെ ദേശമെല്ലാം ക്രമമായി അല്ലെങ്കിൽ നിയമപ്രകാരം പോകണം. നാലാമത് ഭക്തിയുള്ള ജീവിയം ചെയ്യக்கூடிய സൂഴ്നിലയ്ക്കേറ്റപടി ദേശം കാണപ്പെട വേണം. ഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ പറ്റിയ സാഹചര്യത്തിൽ ദേശം കാണപ്പെടണം. ആവിക്കുറിയ ജീവിതത്തിൽ മുന്നേറ വേണ്ടും. ഭക്തിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മീക ജീവിതത്തിൽ മുന്നേറുക. വേണ്ടിയവർ രക്ഷിക്കപ്പെട വേണ്ടും. രക്ഷിക്കപ്പെടേണ്ടവർ രക്ഷിക്കപ്പെടണം. സ്നാനം എടുക്ക വേണ്ടും. ജലസ്നാനം സ്വീകരിക്കണം. സുവിശേഷ വിരോധികളാൽ എന്ത് പ്രശ്നയും വരക്കൂടാതെ. സുവിശേഷ വിരോധികളാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകരുത്. ചില പോരാട്ടങ്ങൾ വരും, ചില പോരാട്ടങ്ങളൊക്കെ വന്നേക്കാം. അത് നമ്മുടെ നന്മയ്ക്കാകും. അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. ആനാലും സുവിശേഷത്തിൻ വാസൽ കൃപയിൻ കാലം വരയ്ക്കും അടയപ്പെടക്കൂടാതെ. എന്നാലും സുവിശേഷത്തിന്റെ വാതിലുകൾ കൃപാകാലം അവസാനിക്കും വരെ അടഞ്ഞു പോകരുത്. அதற்காக நாம் ஜெபிக்கணும். അതിനായി നാം പ്രാർത്ഥിക്കണം. தேசமானது இந்த 4 நிலைமையில் காணப்பட வேண்டும். பரிசுத்த பவுல் என்ன சொன்னார்? இதற்காக
ராஜாக்களுக்காக அதிகாரிகளுக்காக ஜெபியுங்கள் என்று நாம் வாசிக்கிறோம். ഇതിനുവേണ്ടി വിശുദ്ധ പൗലോസ് പറഞ്ഞത് ദേശത്തിന് വേണ്ടി രാജാക്കന്മാർക്ക് വേണ്ടി അധികാരത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞു. ദേശത്തുക്കാக നാം എല്ലാവരും ജപിക്ക வேண்டும். ദേശത്തിന് വേണ്ടി നാം എല്ലാം പ്രാർത്ഥിക്കണം. ദേശമാനത് അഴിഞ്ഞു പോകக்கூடாது. ദേശം നശിച്ചു പോകരുത്. എപ്പടി അഴിഞ്ഞു പോകലാം? എങ്ങനെയാണ് നശിച്ചു പോകുന്നത്? ഒന്നാമത് തീവ്രവാദികളാൽ. തീവ്രവാദികളാൽ ദേശത്തുക്ക് അഴിവ്. തീവ്രവാദികളാൽ ദേശത്തിന് നാശം. ഇന്ത്യയിലെ തീവ്രവാദികൾ യാര്? ഇന്ത്യയിലെ തീവ്രവാദികൾ ആരാണ്? മുതലാമത് മാവോയിസ്റ്റ്. ഒന്നാമത് മാവോയിസ്റ്റുകൾ. രണ്ടാമത് നക്സലൈറ്റ്. രണ്ടാമത് നക്സലൈറ്റുകൾ. മൂന്നാമത് അണ്ടർഗ്രൗണ്ടേഴ്സ്. മൂന്നാമത് അധോലോകത്തിലുള്ള. നാലാമത് കൊട്ടേഷൻ ഗ്രൂപ്പുകൾ. നാലാമത് കൊട്ടേഷൻ. അഞ്ചാമത് മാഫികൾ. അഞ്ചാമത് മാഫിയ. ആറാമത് റൗഡികൾ. ആറാമത് റൗഡികൾ. ഇവர்களாൽ ദേശം അഴിഞ്ഞു പോകக்கூடாது. ഇവരാൽ ദേശം നശിച്ചു പോകരുത്. இப்படிப்பட்ட ஒரு பெரிய பொறுப்பு எனக்கும் உங்களுக்கும் தேவை. ഇങ്ങനെയുള്ള ഒരു വലിയ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. സ്തോത്രം பண்ணினால் போதுം. നിങ്ങൾ സ്തോത്രം ചെയ്താൽ മതി. ஆண்டவரே தீவிரவாதிகளுக்கு அவருடைய ஏக்கத்துக்கு விரோதமாக ஸ்தோத்திரிக்கிறோம் சொன்னா போதுം. ദേവൻ செய்வார். ദൈവമേ തീവ്രവാദികൾക്ക് അവരുടെ ഉദ്ദേശത്തിന് വിരോധമായി സ്തോത്രം ചെയ്യുന്നു പറഞ്ഞാൽ മതി, ബാക്കി ദൈവം ചെയ്തുകൊള്ളും. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. തീവ്രവാദികൾ രക്ഷിക്കപ്പെടുവാர்கள். തീവ്രവാദികൾ രക്ഷിക്കപ്പെടും. നക്സലൈറ്റ് രക്ഷിക്കപ്പെടുവാർ. നക്സലൈറ്റുകൾ രക്ഷിക്കപ്പെടും. വിവിധമായ ഏക്കത്തിൽ இருக்கிறவர்கள் രക്ഷിക്കപ്പെടുവാർ. ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടെ ഇരിക്കുന്നവരൊക്കെ രക്ഷിക്കപ്പെടും. ഒരുത്തൻ രക്ഷിക്കപ്പെട്ട് ഇതേ കേരളത്തിൽ പാസ്റ്ററാക ഊഴിയം ചെയ്ത് കർത്തൃക്കുൾ നിദ്രന. അവരുടെ പേരെന്നാ? ഒരു നക്സലൈറ്റ്. നക്സലൈറ്റ് ആയിരുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ട് കേരളത്തിൽ തന്നെ പാസ്റ്റർ ശുശ്രൂഷ ചെയ്ത് മരിച്ചു. അച്യുത മേനോന്റെ കാലത്തിൽ കേരളാവിൽ ഒരു നക്സലൈറ്റ് പോരാട്ടം. 68 അച്യുത മേനോന്റെ കാലത്ത് കേരളത്തിൽ നക്സലൈറ്റിന്റെ വലിയ പോരാട്ടങ്ങളായിരുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ஆனால் അച്യുത മേനോനുടെ அரசாங்கம் அதை അടക്കിയത്. എന്നാൽ അച്യുത മേനോന്റെ ഗവൺമെന്റ് അതിനെ അടിച്ചമർത്തി. അതിൽ ഒരുത്തൻ രക്ഷിക്കപ്പെട്ട. അതിൽ നിന്ന് ഒരാൾ രക്ഷിക്കപ്പെട്ടു. 72-ാം ആണ്ടിൽ ഊഴിയത്തുക്ക് വന്ന. 72-ാം വർഷത്തിൽ ശുശ്രൂഷയ്ക്ക് വന്നു. എനിക്ക് ഒരു വർഷം അവർ സീനിയർ. എനിക്ക് ഒരു വർഷം സീനിയറാണ്. ഞാൻ 73, അവർ 72. ഞാൻ 73-ൽ ശുശ്രൂഷയ്ക്ക് വന്നു, താൻ 72-ലും. അപ്പൊ അവരെ ചുമ്മാ അവരുടെ പേര് തങ്കച്ചൻ. തന്റെ പേര് തങ്കച്ചൻ കൂപ്പിട്ട കോപം വരും. എന്നാ തങ്കച്ചൻ കൂപ്പിട്ടെങ്കിൽ തങ്കച്ചനാ നക്സലൈറ്റ് തങ്കച്ചൻ சொல்லணும். തങ്കച്ചൻ എന്നാണ് തന്റെ പേര്. തങ്കച്ചാന്ന് വിളിച്ചാൽ തനിക്ക് ദേഷ്യം വരും. പാസ്റ്ററായി മേൽപ്പാടത്ത് ഊഴിയം ചെയ്യുമ്പോൾ കർത്തൃക്കുൾ നിദ്രയാണ്. അവസാനം പാസ്റ്ററായി മേൽപ്പാടത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അപ്പൊ നക്സലൈറ്റ് രക്ഷിക്കപ്പെടുവാങ്ക. നക്സലൈറ്റുകൾ രക്ഷിക്കപ്പെടും. നക്സലൈറ്റ് പാസ്റ്ററാക വരുവാങ്ക. നക്സലൈറ്റുകളും പാസ്റ്ററാകുവാൻ വരും. വന്നിട്ടുണ്ട്. ഒന്നല്ല രണ്ടല്ല. ഒന്നും രണ്ടുമല്ല. ഇനിയും തീവ്രവാദി ഏക്കത്തിൽപ്പെട്ട ഒരുവർ. ഇനി തീവ്രവാദി കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി. ഇപ്പോൾ നമ്മുടെ ഒരു കൺവെൻഷൻ പ്രീച്ചർ. ഇപ്പോൾ നമ്മുടെ ഒരു കൺവെൻഷൻ പ്രസംഗികനാണ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അവർ വട ഇന്ത്യാവിൽ നല്ല കൺവെൻഷൻ പ്രീച്ചറാക ഊഴിയം ചെയ്യുന്ന ഒരു ഭയങ്കര തീവ്രവാദി ഏക്കത്തില് കൊല ചെയ്യുന്ന വിഷയത്തില് ഓർഗനൈസറാക വേല ചെയ്തവർ. താൻ വടക്കേ ഇന്ത്യയിൽ ഒരു കൺവെൻഷൻ പ്രസംഗികനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഒരു തീവ്രവാദി സംഘത്തില് ഒരു കൊലപാതക വിഷയത്തിൽ താൻ അതിനെ അതെല്ലാം ക്രമീകരിക്കുന്ന ആളായിട്ട്, അതിന്റെ ആലോചന നടത്തുന്ന ആളായിട്ട് കാണപ്പെട്ടവനാണ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ അവരും രക്ഷിക്കപ്പെടലാം. അവരും രക്ഷിക്കപ്പെടാം. ഇല്ലെങ്കിൽ കർത്തർക്കാക ജീവിക്കാർ. ഇന്ന് കർത്താവിന് വേണ്ടി താൻ ജീവിക്കുന്നു. ഇതേപോലെ നീ ജപിച്ചാൽ പോതും. തീവ്രവാദി ഏക്കത്തിലുള്ളവர்கள், മറ്റു നക്സലൈറ്റ് ഏക്കത്തിലുള്ളവர்கள், മാവോയിസ്റ്റ് ഏക്കത്തിലുള്ളവர்கள், റൗഡികൾ എല്ലാം രക്ഷിക്കപ്പെടുവാர்கள். പ്രാർത്ഥിച്ചാൽ മതി. തീവ്രവാദി കൂട്ടത്തിലുള്ളവർ, മാവോയിസ്റ്റുകൾ, നക്സലൈറ്റുകൾ, റൗഡികൾ, അങ്ങനെയുള്ളവരെല്ലാം രക്ഷിക്കപ്പെടും. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതിനാലെത്താൻ റൗഡികളാൽ അല്ലാവിട്ടാൽ നക്സലൈറ്റ് തീവ്രവാദികളാൽ ദേശം അഴിഞ്ഞു പോകലാകാതെ. അതുകൊണ്ടാണ് തീവ്രവാദികളാൽ ഈ ദേശം നശിച്ചു പോകരുതെന്ന് പറയുന്നത്. ഇയற்கையின் ചീറ്റങ്ങളാൽ ദേശം അഴിഞ്ഞു പോകലാകാതെ. രണ്ടാമത് പ്രകൃതിക്ഷോഭങ്ങളാൽ ദേശം നശിച്ചു പോകരുത്. இயற்கையின் சீற்றம் என்று சொல்லும்போது சுனாமி, பூமி அதிர்ச்சி, பயங்கரமான தண்ணீர் பெருக்கம், மழை, சூடு, காற்று, வாயு, പിന്നെ എരിമല, இப்படிப்பட்டதான இயற்கையின் சீற்றங்களால் ദേശമാനത് അഴിഞ്ഞു പോകലാകാതെ. പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് പറയുമ്പോൾ സുനാമി, പേമാരി, പ്രളയം, കൊടും ചൂട്, അഗ്നിപർവ്വതങ്ങൾ, കാറ്റ്, ഇങ്ങനെയുള്ള ഒന്നിനാലും ദേശം നശിച്ചു പോകരുത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇപ്പൊ പോന വാരം കൂടെ ജപ്പാൻ പകുതിയിൽ ഭയങ്കരമായ ഒരു കാറ്റടിച്ച് എത്രയോ പേർ ഇറந்து വിട്ടാർ. കഴിഞ്ഞ ആഴ്ചയിലും കൂടെ ജപ്പാന്റെ ഭാഗത്ത് ഒരു കൊടുങ്കാറ്റടിച്ച് എത്രയോ പേർ മരിച്ചുപോയി. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നാം ജപിക്കണം. നാം അതിനായി പ്രാർത്ഥിക്കണം. സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്യണം. ദേവൻ ഉന്നെ എഴുപ്പുക. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ആമേൻ.
മൂന്നാമത് പാപത്തിനാൽ ദേശം അഴിഞ്ഞു പോകക്കൂടാതെ. മൂന്നാമത് പാപം നിമിത്തം ദേശം നശിച്ചു പോകരുത്. ദേശത്തിൽ പാപം പെരുകി 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 വരുകിன்றது. ഇന്ന് ദേശത്തിലെ പാപം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. ചിന്ന ചിന്ന കുഴന്തയ്ക്കുള്ള പെരിയ പാപങ്ങൾ ക്രിയ ചെയ്യുന്നു. ചെറിയ ചെറിയ കുട്ടികളിൽ പോലും വലിയ പാപങ്ങൾ പ്രവർത്തിക്കുന്നു. മനോരമയിൽ വന്ന പല ചെയ്തികൾ എനിക്ക് തെരിയും, ഉങ്ങൾക്കും തെരിയും. മനോരമയിൽ വന്ന പല വാർത്തകൾ എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. നേരമില്ല, എല്ലാം പറയുവാൻ സമയമില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അടുത്ത പൊരുളാധാര നെരുക്കടിയിനാൽ, പൊരുളാധാര നെരുക്കടി, എക്കണോമിക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യത്താൽ ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പോന വർഷം 6 മാதത്തിൽ 36,000 പേർ പൊരുളാധാര നെരുക്കടിയിനാൽ തർക്കൊലയെ ചെയ്താர்கள். കഴിഞ്ഞ വർഷം 6 മാസത്തിനുള്ളിൽ 36,000 പേര് സാമ്പത്തിക ബാധ്യത കൊണ്ട് അപ്പടിയേ മനോരമയിൽ വന്നത്. ആത്മഹത്യ ചെയ്ത് അതിന്റെ ലിസ്റ്റ് മനോരമയിൽ വന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പൊരുളാധാര നെരുക്കടി, സാമ്പത്തിക ബാധ്യതകൾ, അടുത്ത പലവിധமான യുദ്ധങ്ങൾ, അടുത്ത പലവിധത്തിലുള്ള യുദ്ധങ്ങൾ, അടുത്തത് ബില്ലിശൂന്യ കെട്ടുകൾ, മന്ത്രവാദ കെട്ടുകൾ, മന്ത്രവാദത്തിന്റെ ദുർമന്ത്രവാദത്തിന്റെ ബന്ധനങ്ങൾ, അടുത്തത് സാത്താന്യ ആരാധനകൾ മൂലമാകും. അടുത്തത് സാത്താന്യ ആരാധനകൾ നിമിത്തമായി അവர்கள் ആരാധിക്കുന്നത് 11 മണിയിൽ രാത്രി 11 3 മണി വരയ്ക്കും. അവരുടെ ആരാധന രാത്രി 11 മണി മുതൽ 3 മണി, വെളുപ്പിന് 3 മണി വരെയാണ്. കേരളത്തിൽ പലയിടത്തിലും അവരുടെ ആരാധനാ സ്ഥലങ്ങളുണ്ട്. കേരളത്തിൽ പലയിടത്തും അവരുടെ ആരാധനാ സ്ഥലങ്ങളുണ്ട്. പോലീസ് ഭയപ്പെടുகிறாർ, പോലീസും ഭയപ്പെടുന്നു. அந்த செய்தி உங்களுடைய மொபைலில் வந்தது உங்களுக்கு தெரியும், என் மொபைலில் வந்தது, என் மொபைல் இப்போது இருக்கிறது. ആ വാർത്ത നിങ്ങളുടെ മൊബൈലിൽ വന്നിട്ടുണ്ട്, എന്റെ മൊബൈലിലും വന്ന ആ മൊബൈലുണ്ട്. ദേവനകം ഗൗഡിയാറിൽ നടന്നത് തെരിയുമേ? ഗൗഡിയാറിൽ നടന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരേ ഒരു പയ്യൻ, ഒരേ ഒരു മകനായിരുന്നു, എംടെക് പഠിച്ചവൻ, പഠിച്ചവനായിരുന്നു. അവന്റെ അപ്പാവേയും അമ്മാവേയും പാട്ടിയെയും തങ്കച്ചിയെയും കൊല ചെയ്ത, തന്റെ അപ്പനെയും അമ്മയും വല്യമ്മയും അനിയത്തിയും താൻ കൊന്നു. ഗൗഡിയാർ എന്ന് சொன்னால் അത് മുഖ്യமான ഇടം. ഗൗഡിയാർ എന്ന് പറയുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. സാധാരണ മനുഷ്യരങ്ക കുടിയിരിക്ക മുടിയാതെ, സാധാരണക്കാർക്ക് അവിടെ വസിക്കുവാൻ കഴിയില്ല. പണവസതി ഉള്ളവങ്ക മറ്റും ഗൗഡിയാറിൽ തിരുവനന്തപുരം ഗൗഡിയാറിൽ കുടിയിരിക്ക മുടിയും. നല്ല സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമേ തിരുവനന്തപുരം കവടിയാറിൽ വസിക്കുവാൻ കഴിയൂ. അയ്യാ വന്ന് MBBS പഠിച്ച MD ഡോക്ടർ, തന്റെ പിതാവ് MD ഡോക്ടർ, MD പഠിച്ച ഡോക്ടർ, അമ്മയും MD പഠിച്ച ഡോക്ടറാണ്. അമ്മ MS പഠിച്ചതാണ് ഡോക്ടർ. വല്യമ്മച്ചി MS പഠിച്ചതായ ഡോക്ടറാണ്. അന്റെ തങ്കച്ചി MBBS പഠിച്ച് മുടിച്ചത്. അനിയത്തി MBBS പഠിച്ചു കഴിഞ്ഞു. ഇവനോ MTech പഠിച്ചവൻ. ഇവൻ MTech പഠിച്ചവനായിരുന്നു. എന്നെ കുറെ എന്ത് കുറവാണുള്ളത്? സാത്താൻ ആരാധനയിൽ പോന്നത് താൻ കാരണം. സാത്താന്റെ ആരാധനയ്ക്ക് പോയത് മാത്രമാണ് കാരണം. മനോരമയിൽ വന്ന ചെയ്തി നീ പഠിച്ചവങ്ക മറ്റും കരങ്ങളെ ഉയർത്തുങ്ക. മനോരമയിൽ വന്ന വാർത്ത വായിച്ചവർ മാത്രമെന്ന് കൈ ഉയർത്തിയാട്ടെ. പലർക്കും തെരിയും, അനേകർക്കറിയാം. ഇതാ സാത്താന്യ ആരാധനയിലുള്ളതാണ് പ്രശ്നം. ഇതാണ് സാത്താൻ ആരാധനയുടെ പ്രശ്നം. അന്ത ആവികളെ അനപ്പിക്കൊണ്ടിരിക്കും. അവർ ആ ദുരാത്മാക്കളെ അയച്ചുകൊണ്ടിരിക്കും. 11 മണിയിലിരുന്ന് 3 മണി വരയ്ക്കുന്ന അവങ്ങളുടെ ആരാധന. നമുക്കോ 10 മണി മുടിഞ്ഞ പിന്നെ നമ്മൾ മേലുമല്ല കീഴുമല്ല. അവർക്ക് 11 മുതൽ 3 വരെയാണ് ആരാധന. നമുക്ക് 10 മണി കഴിഞ്ഞാൽ പിന്നെ മുകളിലും താഴെയും അല്ലാത്തതുപോലാണ് ഇരിപ്പ്. ഭൂമിയെ പാർക്കിൽ അധികமாக തല ചുറ്റിക്കൊണ്ടേ ഇരിക്കും. ഭൂമിയെക്കാട്ടിലും അധികം നമ്മൾ തല ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. അവർക്ക് പാങ്ക വിഴുത്തിരുന്ന് യേശുവിൻ പിള്ളകളെ, വൈരാഗ്യമായി ജീവിക്കുന്ന പിള്ളകളെ, ജനങ്ങളെ, കുടുംബത്തെ അഴിக்கிறதுக்காக ആവികളെ അനപ്പിക്കൊണ്ടേ ഇരിക്കുന്നത്. അവർ നോക്ക് അർദ്ധരാത്രിയിൽ ഉണർന്നിരുന്നിട്ട് യേശുവിന് വേണ്ടി, സത്യത്തിന് വേണ്ടി തീഷ്ണതയോടെ ജീവിക്കുന്ന ജനത്തെ, കുടുംബങ്ങളെ നശിപ്പിക്കുവാൻ ദുരാത്മാക്കളെ അയക്കുന്നു. പഠിക്കുന്ന പിള്ളകളുടെ പഠിപ്പ് കെട്ടുപോകുന്നു. പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം നഷ്ടമാകുന്നു. ഒരു പയ്യൻ SSLCക്ക് 98.5 മാർക്ക് വാങ്ങി പാസ്സാണ്. ഒരു ആൺകുട്ടി SSLCക്ക് 98% മാർക്ക് മേടിച്ച് പാസ്സായി. 2 വർഷം മുന്തി, 2 വർഷം മുമ്പാണ്. +1 പോണം. താൻ +1 പോയി. മുതൽ പരീക്ഷയിലെല്ലാം 0. ഒന്നാമത്തെ പരീക്ഷയിലെല്ലാം 0. അന്ത ടീച്ചർ കേട്ട എല്ലാം തമ്പി ഇതെല്ലാം നീ ഇതെല്ലാം ഒന്നുമേ എഴുതവില്ലേ? ടീച്ചർ ചോദിച്ചു എന്ത് പറ്റി? ഒന്നും എഴുതിയില്ലല്ലോ. അവന്റെ അപ്പ വലിയ ഉദ്യോഗസ്ഥൻ, തന്റെ പിതാവ് വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു, വലിയ ഉദ്യോഗസ്ഥൻ, അമ്മയും വലിയ ഉദ്യോഗസ്ഥ, ഹൈ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ, ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ. അവരുടെ പയ്യന്താ, അവരുടെ മകനാണ്. SSLCയില് 98.5 മാർക്ക് വാങ്ങിയിരിക്കണം. SSLCയിൽ 98% മാർക്ക് വാങ്ങിയവൻ. അപ്പൊ ടീച്ചർ കേട്ടാ ഇത് അവനക്ക് தெரியாத. ഇത് ടീച്ചർ ചോദിച്ചത് നിനക്കറിയില്ലേ? தெரியாது ടീച്ചർ, അറിയില്ല.
பிறகு அவனை என்னிடத்தில் கொண்டு வந்தான். അവസാനം എന്റെ അടുക്കൽ കൊണ്ടുവന്നു. நான் சொன்னது வேற ஒன்றுமல்ல, சாத்தானிய ஆராதனையின் மூலமா. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, സാത്താന്റെ ആരാധന നിമിത്തമാണ്. നമുക്ക് സ്തോത്രം பண்ணுவோம். നമുക്ക് സ്തോത്രം ചെയ്യാം. അവനെ പിടിച്ച് സ്തോത്രം பண்ணினோம். അവനെ പിടിച്ചു വെച്ച് സ്തോത്രം ചെയ്തു. கொஞ்ச நேரத்துக்குள்ள അവൻ വയലന്റ് ആയിട്ട്, അല്പസമയത്തിനുള്ളിൽ അവൻ അക്രമാസക്തനായി. ஆனால் സ്തോത്രം பண்ணினோம். എന്നാൽ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. ദൈവം വിടുവിച്ചു. +2 ഹയസ്റ്റ് മാർക്ക് വാങ്ങി ഇപ്പൊ പാസ് பண்ணி അവൻ എഞ്ചിനീയറിംഗ് പോയിരിക്കണം. +2 ഉന്നത മാർക്കോടെ പാസ്സായി താൻ എഞ്ചിനീയറിംഗിന് കടന്നുപോയി. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഈ വിധமான പോരാട്ടത്തിൻ മധ്യയിൽ നാം ഇരിக்கிறோം. ഇങ്ങനെയുള്ള പോരാട്ടങ്ങളുടെ മധ്യയാണ് നാം കാണപ്പെടുന്നത്. ആണ്ടവർ சொன்னார், ദേശத்துக்காக നിങ്ങൾ ഇടവിൽ നിന്ന് ജപം பண்ணுங்கள். അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദേശത്തിന് വേണ്ടി നിങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം, പക്ഷപാതം ചെയ്യണം.